വി ആർ അനൂപ്. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. വി ഡി സതീശൻ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ PM ശ്രീയിൽ എടുത്തിരുന്ന നിലപാട് എന്നൊന്ന് കാണാം, അതിനുശേഷം ചോദ്യം. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിൻ്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. RSSൻ്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിൻ്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെക്കുറിച്ചുള്ള VD സതീശന്റെയും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് മാറിയിരിക്കുന്നു. ശ്രീ വി ആർ അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. അല്ല, അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. വളരെ കൃത്യമായി പ്രതിപക്ഷത്ത് കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു നയസമീപനമുണ്ട്. അങ്ങ് തന്നെ ആമുഖമായി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു. അത് കേവലം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടല്ല, അതൊരു പാർട്ടിയുടെ നിലപാടാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങടക്കം നയിച്ച ചർച്ചകളിലിരുന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതൊരു സംഘപരിവാർ പ്രൊജക്റ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് രാഷ്ട്രീയമായി CPMനെ ആ കാര്യത്തിൽ എതിർത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടാണ്. ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല, അതിനെ തള്ളി പറയില്ല. അതൊരു രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ ഒരു അഭിപ്രായമായി അവിടെ നിലനിൽക്കുന്നത്. ഭരണത്തിൽ സ്വന്തം രാഷ്ട്രീയ നിലപാട് ബലി കഴിച്ചാലേ തുടരാൻ കഴിയൂ. ഭരിക്കണമെങ്കിൽ രാഷ്ട്രീയം ഭരണത്ത് വെക്കണം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത് അഭിലാഷേ. ഞങ്ങളെടുത്ത ഒരു രാഷ്ട്രീയമായ നിലപാടാണ്. ആ രാഷ്ട്രീയമായ നിലപാടിനെ ഞങ്ങൾ തള്ളിപ്പറയില്ല, തള്ളിപ്പറയേണ്ട കാര്യവുമില്ല. പക്ഷേ ഇപ്പോഴെടുത്തിരിക്കുന്നത് അത് രാഷ്ട്രീയമായി അത്ര ഒരു നിലപാട് പ്രഖ്യാപിച്ചൊരു മുന്നണി, ഒരു ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. ഞങ്ങൾക്കത് നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന അത് നടപ്പിലാക്കേണ്ട അനിവാര്യത ഭരണ നേതൃത്വമാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉന്നയിച്ച നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ ഭരണം ഒരു തുടർച്ചയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സാങ്കേതികത്വം, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണ നേതൃത്വം തീർച്ചയായും വിശദീകരിക്കും.